ലീതു എന്താ പരിപാടി? വൃത്തിയാക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ ഒരു ചലഞ്ച് എനിക്ക്, നമുക്ക് ഈ റൂം വൃത്തിയാക്കുന്നതിന് മുൻപ് നമുക്ക് റൂം തന്നെ അങ്ങോട്ട് മേക്ക് ഓവർ ചെയ്യാലോ? റീസെറ്റ് ചെയ്യാം. അതായത് പ്രോപ്പർട്ടീസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്തിട്ട് വേറൊരു ലുക്ക് ആക്കി കഴിഞ്ഞാൽ ലുക്ക് ആക്കി അങ്ങനെ മാറ്റി കഴിഞ്ഞ സംഭവം ഉണ്ട് നിനക്ക്, അതാ പറയാൻ പോണേ. അതായത് റൂം മാറ്റി കുട്ടികൾ ഹാപ്പി ആവാണെങ്കിൽ, കുട്ടികൾ ക്ലാസ്സിൽ പോയിട്ട് വരുമ്പോൾ ഹാപ്പി ആവാണെങ്കിൽ ഐ വിൽ ഗിവ് യു എ സർപ്രൈസ്. അവര് സർപ്രൈസ് ആവണം, അവര് സർപ്രൈസ് ആവണം. ഓക്കെ, അവിടെ വേണമെങ്കിൽ ഒരു കാര്യം കൂടി അങ്ങനെ സർപ്രൈസ് ആവാണെങ്കിൽ വേണമെങ്കിൽ കുറച്ച് ചെറിയ ചെറിയ പൈസ 100, 200, 300 മുടക്കാൻ കുഴപ്പമില്ല. ഓക്കെ, അല്ല ഞാൻ എന്നെ തന്നെ നീ ആക്കിയാൽ മതി. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട്. ഓക്കെ, ഓട്ടെ. പിന്നെ ഞാൻ വരാം. ചെല്ലി പറ്റില്ല, വെള്ളം ചൂടാക്കണം. ഇവിടെ പറഞ്ഞ വെള്ളം ചൂടാവോ? പോയി തീ പിടിപ്പിക്കും. അല്ല ആദ്യം റൂമൊക്കെ കാണിച്ചു കൊടുക്കുക. റൂമിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണിച്ചു കൊടുക്കണ്ട, എന്നാലും മാറ്റം ഉണ്ടായോ എന്ന് മനസ്സിലാവുള്ളൂ. ഗൈസ്, അപ്പൊ ഇതാണ് നമ്മുടെ ഹാളിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. അതൊക്കെ ഇതാണ് കണ്ട, ഒരു ചന്ത പോലെയൊക്കെ തോന്നാം. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി റൂം കാണാം കേട്ടോ. ഇതാണ് നമ്മുടെ ഒരു ബെഡ്റൂമിൽ നമ്മ 2 കട്ടിലിട്ടേക്കാണ്. കാരണം പിള്ളേര് ഇപ്പോ അപ്പനമ്മയുടെ കൂടെ കിടക്കണുള്ളൂ, അതൊന്ന് സെറ്റ് ആക്കണം, മാറ്റണം. ഓക്കെ, അത് മാറ്റണം. ഓക്കെ ഓക്കെ, അപ്പൊ അത് ആ റൂം. ഞാൻ റെഡി, 1 2 3 സ്റ്റാർട്ട്. ഞാൻ വരണോ അല്ലേ? അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. നമുക്ക് ചേട്ടാ ഈ കട്ടില് നമുക്ക് അപ്പുറത്തെ റൂമിലേക്ക് ഇട്ടാലോ? എന്തിനാ? അല്ല, നമുക്ക് അപ്പുറത്തെ റൂമിൽ ഇട്ട് നോക്കാലോ, അവിടെ എങ്ങനെ അവിടെ കട്ടിലോ ചേഞ്ച്. ഓക്കെ, ആ റൂമിൽ കട്ടിലില്ലാത്തതുകൊണ്ട് ചേഞ്ച് വേണമെന്നല്ലേ ചേട്ടാ പറഞ്ഞത്? ഇതെടുത്ത് അപ്പുറത്തിട്ട് അവിടെ കട്ടില്ല, അതുകൊണ്ട് ഇവിടത്തെ കട്ടില് നമ്മ പിന്നെ ഇവിടെ കിടക്കലും കുറവാണല്ലോ. ഇവിടെ ഇല്ലേ കട്ടിലും ഇല്ല, ഒന്നുമില്ല. അപ്പൊ നമുക്ക് കുറെ നാളായിട്ട് ആ റൂമിൽ തന്നെ കട്ടിൽ കിടക്കണം. അപ്പൊ നമുക്ക് ഇവിടെ ഒന്നിട്ടിട്ട് ഇതാണ് നമ്മൾ മേക്ക് ഓവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു റൂം. ഈ റൂമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് കാണുന്നത്. ഇത് നമുക്ക് കുട്ടികളുടെ സ്റ്റഡി റൂമായിട്ട് കൺവേർട്ട് ചെയ്യാം, പിന്നെ അവരുടെ ബെഡ്റൂമും കൂടി ആക്കാം. അപ്പോൾ ഒരു ടേബിളും ഒരു കട്ടിലും അങ്ങനെ. ഓക്കെ, അത് കാണാം. കഴിഞ്ഞ തുടങ്ങുവാ എന്നിട്ടത് സമയം. പിള്ളേർ പോലുള്ള പിള്ളേർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചലഞ്ച് ഫെയിലായി കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവർ വാവും എന്ന് പറഞ്ഞാൽ മാത്രമാണ് അവർ വാവ് എന്ന് പറഞ്ഞാൽ മാത്രമാണ് സർപ്രൈസ് ഗിഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ കിട്ടുള്ളൂ. കേൾക്കണ്ട, വാവെന്ന് പറയണം. എങ്ങനെ പറയിപ്പിച്ചിട്ട് കാര്യമില്ലടാ. വാവെന്ന് പറയുന്ന കാര്യമില്ല. വീഡിയോ 5 മിനിറ്റത്തെ പരിപാടിയാണ് ഇതെങ്കിലും എത്ര മണിക്കൂറേ തുടങ്ങിട്ടെന്ന് അറിയാമോ? ശ്വാസം വിടാനായിട്ട് ഓറഞ്ച് ഏറ്റവും നല്ലൊരു ഉപാധിയാ. ഓറഞ്ച് തിന്നുമ്പോൾ എപ്പോഴും എങ്ങനെ തിന്നണം പറയട്ടെ, ഇങ്ങനെ ഒരു അല്ലി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ട്
നല്ല ടേസ്റ്റായിരിക്കും. നല്ല പുളി പുളി. ഓറഞ്ചിന് പുളി ഉണ്ടെങ്കിൽ എക്സ്പ്രഷൻ ഇതാണ് വരാം. അത് ഓവറായിട്ട് ഇട്ടതല്ല. അത് പുളിയുള്ള ഓറഞ്ച് കഴിച്ചോക്കെ അറിയാം എക്സ്പ്രഷൻ എന്താ. ഞാൻ നോക്കട്ടെ കഴിച്ചേ എക്സ്പ്രഷൻ നോട്ടെ. എടുക്കെടുക്ക് എക്സ്പ്രഷൻ ഓവറാണോ നോക്കട്ടെ. കാണിക്ക് പ്ലീസ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒന്ന് കാണട്ടല്ലേ ഇത്. ഈ പുളിയുള്ള ഓറഞ്ച് വിഴുങ്ങിയ നീ അത് എക്സ്പ്രഷൻ അവിടേക്ക് പോയി വിഴുങ്ങി കഴിച്ച അവിടെ കഴിച്ചില്ല. വേഗാട്ടാ പരിപാടി തീർക്കണം. ഇത് കഴിഞ്ഞില്ലേ? വാ പോവാം ഗൈസ്. അപ്പൊ നമ്മള് കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് പോവാണ്. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് റൂം ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് സാധനങ്ങൾ. അവർക്കൊരു വൈബ് ഉണ്ടാവുള്ളൂ. അപ്പൊ ആ വൈബിന് വേണ്ടി ഞങ്ങള് വാങ്ങിക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ, ബൈ. സോക്സ് ഊരിട്ടിൽ 5 ബോക്സ് കൊണ്ടുവന്നിട്ട് ഡൈനിങ് ടേബിളിൽ വെക്കട്ടാ. അതാണ് ഫസ്റ്റ് പണി. സെക്കൻഡ് പണി പറയാ. അതൊക്കെ പെട്ടെന്നാവട്ടെ. അത് ഇവിടെ വെച്ചാലും മതി. അങ്ങോട്ട് പോകണ്ട, ഇവിടെ വെച്ചാൽ മതി. ഞാൻ മമ്മി കൊണ്ട് വെച്ചോളാം. ആ ബാഗിൽ നിന്ന് എടുത്തൊന്ന് പുറത്ത് വെച്ചാൽ മതി. ബാഗ് ഈ റൂമിൽ കൊണ്ടുവന്നേക്ക്. സ്റ്റഡി റൂമില് അത് പൊട്ടിക്കല്ലേ. എങ്ങനെയുണ്ട് ഗായ്സ്? ഇതാണ് ഇനി നിങ്ങളുടെ റൂം കേട്ടാ. എവിടെ ഇഷ്ടപ്പെട്ടോ? ഇതാണ് പിന്നെ തുടങ്ങി അല്ലന്റെ അതിന്റെ റൂം. കറണ്ട് പോയാലും എന്റെ മക്കൾക്ക് പഠിക്കാൻ പറ്റണല്ലോ. ഇതെന്താ ഇത് കണ്ടില്ലേ? ക്ലോക്ക് നോക്കി പഠിക്കണം. ആ ടൈമില് കൃത്യം ടൈം ആവുമ്പോഴൊക്കെ പഠിക്കണം കേട്ടാ. ഇഷ്ടപ്പെട്ട എന്ത് പറയുന്നു കണ്ടിട്ട്? അത് വിട്. ആദ്യം ഈ റൂം ഇഷ്ടപ്പെട്ടോ? ഇനി ഈ റൂമിൽ കിടന്ന് ഉറങ്ങിക്കോളോ, ഒറ്റയ്ക്ക് ഇരുന്ന് പഠിച്ചോളോ. ഇനി നമ്മുടെ ഹെൽപ്പ് ഒന്നും വേണ്ടല്ലോ. ഇഷ്ടപ്പെട്ടില്ല അതോ? എത്ര ഇൻട്രസ്റ്റാ. ഡ്രസ്സൊക്കെ മാറ്റി പഠിച്ചാൽ മതി. വന്ന സ്കൂളിൽ നിന്ന്
വേഗം ഡ്രസ്സൊക്കെ മാറ്റിട്ട് പോയിച്ചാൽ മതി. വാ എഴുന്നേൽക്ക്. വാ ആണല്ലോ പോയി ഡ്രസ് കുളിച്ച് ഡ്രസ്സൊക്കെ. ചേട്ടാ എന്നാ എങ്ങനെയുണ്ട്? യെസ്, എങ്ങനെയുണ്ട് റൂം? നമ്മുടെ ഡൈനിങ് എങ്ങനെ ആക്കി? വേറെ ഒന്നുമില്ല, ഡൈനിങ് ടേബിൾ സെന്ററിലോട്ടാക്കി. പിന്നെ ഒരു പുതിയ അതിഥി കൂടെ ഇവിടെ വന്നു. യെസ്, അതെ, നമ്മുടെ ബാക്കിലുണ്ടായിരുന്നു. പിന്നെന്താ, ഈ കുട്ടി സോഫ നമ്മള് മുകളിലായിരുന്നു, ആശാരം നമ്മൾ താഴേക്ക് ഇറക്കി. പിന്നെ നമ്മള് സോഫ ഇങ്ങനെ ആക്കിയിട്ടു, ഒരു വെറൈറ്റിക്ക്. കുറെ നാളായില്ലേ ഒരേ പൊസിഷൻ വിചാരിച്ചിട്ട് അത് ഇങ്ങനെ ആക്കി. ഇവിടെ ആകുമ്പോ കണ്ട വിൻഡോ ഫുള്ള് നമുക്ക് നല്ല അടിപൊളിയായിട്ട് കാണാം. സത്യം, നമുക്കിപ്പോ ഒരേ സത്യം പറഞ്ഞാലല്ലേ നമ്മള് ഫസ്റ്റ് ഈ വീട്ടിലേക്ക് വന്നില്ലേ, ആ ഒരു സംഭവമൊക്കെ എനിക്ക് ഓർമ്മ വന്നു. നമ്മൾ ആദ്യം നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഇതിലൊന്നുമില്ല. പിന്നെ ഓരോരോ ഫർണിച്ചേഴ്സായിട്ട് നമ്മളിങ്ങനെ വാങ്ങി അത് സെറ്റ് ചെയ്ത് ഒക്കെ വന്നപ്പോൾ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ഒരു സന്തോഷമില്ലേ? കിട്ടണില്ല, ആരും ബോറടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വൈൻഡപ്പ് ചെയ്യാം. റൂം ഇത് ഞങ്ങളുടെ ബെഡ്റൂം. ഞങ്ങളുടെ ബെഡ്റൂമിൽ ഞങ്ങൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടാ. വെറുതെ ആ ബെഡൊന്ന് അങ്ങോട്ട് നീക്കിയിട്ടു, പിള്ളേരുടെ ബെഡ് കുട്ടികളുടെ റൂമിലേക്ക് മാറ്റി, അത്രേ ഉള്ളൂ. എന്താ സർപ്രൈസ്? എവിടെ? ഇഷ്ടപ്പെട്ട രീതിയിൽ ഡെക്കോർ ചെയ്തു, ഹെൽപ്പ് ചെയ്തു. എന്നാലും ക്രിയേറ്റിവിറ്റി ഇല്ല എനിക്ക് അത്യാവശ്യം. കണ്ടു നോക്കി ഇങ്ങനെ ആയിരുന്നോ ഗൈസ്? നിങ്ങൾ പറയും സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാം. അപ്പൊ റെഡി ആയിക്കോളൂ. വാങ്ങാൻ പോണോ ഇനി? എനിക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കണത്. സർപ്രൈസുകൾ കണ്ടു കഴിഞ്ഞാൽ അറിഞ്ഞാൽ മതി. ഓ ഓക്കെ. അപ്പൊ ഗൈസ്, അപ്പൊ നമുക്ക് സർപ്രൈസ് വാങ്ങി വന്നിട്ട് വീട്ടിലെത്തിയിട്ട് കാണാം. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് സർപ്രൈസ് ആയിട്ട് നമ്മൾ റെഡി ആയിട്ടുണ്ട്. സർപ്രൈസ് ആവാനുള്ള സംഭവം ഒന്നുമില്ല, എന്നാലും നമുക്ക് നോക്കാം സർപ്രൈസ് ആവുമെന്ന്. ഓക്കെ, വീട് എത്തിയിട്ടുണ്ട്. നമുക്ക് ഡോർ തുറക്കാം, ബെല്ലടിക്കാം. ഫുഡ് വെച്ചോ? വയ്യണ്ടായി? ഒറ്റയ്ക്കല്ല, 10 മണിക്ക് തുടങ്ങിയതാ. ഒറ്റയ്ക്കല്ല, ഞാനുണ്ടായിരുന്നില്ല. അരി ഇട്ടെന്നിട്ട് ഇല്ല, ഇടാൻ പോണ്. സർപ്രൈസ് എന്താ നോക്ക്. ഇതല്ലേ ഇന്ന് ഫുഡ് വെക്കണ്ട. ഓ എക്സ്പ്രഷൻ ഭാര്യ ചെയ്തടാ. റൂം കണ്ടതാണ്. ഹെൽമെറ്റ് ആരുടെയാ? ഹെൽമെറ്റാ? ഓ ഓ ഇഷ്ടപ്പെട്ടപ്പോ നിനക്കല്ലേ? നിന്റെ റൂമല്ല, നിങ്ങളുടെ രണ്ടുപേരും കൂടെ റൂം.